ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പൺ ടോക്കാണ് കേട്ടോ. ഞാൻ വർക്ക് ഫ്രം ഹോം ചെയ്തു, പിന്നെ ഓഫീസിൽ പോയി ജോലി ചെയ്തു, ഇപ്പോൾ ഇതാ ഫ്രീലാൻസിങ്ങും ചെറിയ ബിസിനസ്സായിട്ടൊക്കെ പോകുന്നു. അപ്പോൾ എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് 9 to 5 ജോബ് ചെയ്യുന്നതിൽ നിന്ന് ഇപ്പോൾ എൻ്റെ ലൈഫ് എങ്ങനെ പോകുന്നു അതിനെപ്പറ്റിയൊക്കെ ഒരു എന്താ പറയുന്നത് ഒരു ഷെയറിങ്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ചാനലിൽ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെയാണ് പോകുന്നത്, ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ്ങും. അതിനകത്ത് നമ്മളുടെ അതായത് എൻ്റെ ലൈഫാണ് ആസ് എ വുമൺ, ഒരു 2 കുട്ടികളുടെ അമ്മയൊക്കെ ആയ എനിക്ക് എൻ്റെ ലൈഫ് എങ്ങനെയാണ് ഒരു ഒരു നല്ല ലെവലിലേക്ക് എൻ്റെ ലൈഫിനെ ഞാൻ എങ്ങനെ എടുത്തിട്ട് പോകുന്നു, അതിൻ്റെ ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ്, പിന്നെ അതിനകത്ത് തന്നെ എൻ്റെ മണി സേവിങ് ടിപ്സുകൾ, എങ്ങനെ പൈസ ഉണ്ടാക്കാം, ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ ലേഡീസിന് എങ്ങനെ ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള വീഡിയോസുകളാണ് നമ്മുടെ ചാനലിൽ ഉള്ളത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക, ലൈക്കൊക്കെ ചെയ്യുക. അപ്പോഴേ മാത്രമേ നമ്മുടെ വീഡിയോസ് കുറേ പേരിലേക്ക് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഭയങ്കര റിലാക്സിങ് ആയിട്ടാണ് ഞാൻ ഇപ്പം നിങ്ങളുടെ അടുത്ത് റിലാക്സ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പം ഞാൻ കറൻ്റ്ലി എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ ഐ എം സോ ഹാപ്പി. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സിമ്പിൾ ലൈഫ് എനിക്കിഷ്ടപ്പെട്ട രീതിയിലാണ് ഞാനിപ്പം എടുത്തുകൊണ്ട് പോകുന്നത്. അതായത് എന്നെ ഞാൻ തന്നെ ഭയങ്കര ഒരു എന്നാ പറയുന്ന ഒരു ഭയങ്കര ഒരു നമ്മൾ പറയുമല്ലോ കയ്യിൽ കൊണ്ടു നടക്കുന്ന പോലെ എന്നെ ഞാൻ തന്നെ എൻ്റെ കയ്യിൽ കൊണ്ടു നടക്കുന്ന രീതിയിലാണ് ഞാൻ എൻ്റെ ലൈഫ് എൻജോയ് ചെയ്യുന്നത്. അപ്പം അതാണ് എൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളെ വീഡിയോസിലൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ചെറിയൊരു സൈഡ് ഇൻകം ഒക്കെ സ്റ്റാർട്ട് ചെയ്തതിനെ പറ്റിയൊക്കെ. ഒരു 9 to 5 ജോബ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കൊരു സർവൈവ് ചെയ്യണമെങ്കിൽ ജോലി അത്യാവശ്യമാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ 9 to 5 ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആദ്യം വർക്ക് ഫ്രം ഹോം ആണ് ചെയ്തത്. എനിക്ക് നിറയെ ജോലിഭാരം ഉണ്ടായിരുന്നു എൻ്റെ തലയിൽ. അപ്പോൾ ഒരു 8 hours വർക്ക് ചെയ്താലും രാത്രി കൂടി ഇരുന്ന് വർക്ക് ചെയ്യേണ്ട അവസ്ഥ, കുഞ്ഞു മക്കള് അവർ സ്കൂളിൽ പോകുന്നു, ഒക്കെ കൂടി മൊത്തത്തിൽ എന്തൊക്കെയോ കാണിച്ചൊരു ജീവിതം പോലെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കതൊന്നും ചിന്തിക്കാൻ വയ്യ ആ ഒരു സമയമൊന്നും. പക്ഷെ ജോലി എങ്ങനെ സ്റ്റേബിളായി കൊണ്ടുപോയി എന്ന് അത് മാത്രമാണ് ബെനിഫിറ്റ് ഉണ്ടായിരുന്നത്. അത് വേറെ ഒന്നും നടന്നില്ല. ഭയങ്കര എപ്പോഴും ഹെൽത്ത് ഇഷ്യൂസ് വരും. പക്ഷെ ഹെൽത്ത് ഇഷ്യൂസ് വന്നാൽ നമുക്കൊരു ലീവ് എടുക്കുന്നതിനൊക്കെ ഒരു പരിമിതി ഉണ്ടല്ലോ. അതിനുശേഷം ഓഫീസിൽ പോകാൻ തുടങ്ങി, വേറൊരു കമ്പനിയിൽ പോയി ജോയിൻ ചെയ്ത് ഓഫീസിൽ പോകാൻ തുടങ്ങി. അവിടെയും ഇത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. രാവിലെ എഴുന്നേറ്റ് എല്ലാവരെയും സ്കൂളിലൊക്കെ അയച്ച് എന്നാ പറയുന്നത് ഉറങ്ങാൻ പോലും സമയമില്ല, ഹസ്ബൻഡുമായിട്ട് ടോക്ക് ചെയ്യാൻ സമയമില്ല, കുട്ടികളെ നോക്കാൻ സമയമില്ല. അതും ഈ പറഞ്ഞ പോലെ എന്തോ ഒട്ടും എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫായിരുന്നു എൻ്റെത്. പിന്നെ അതിനുശേഷം ഞാൻ പിന്നെ ഫ്രീലാൻസിങ്ങിലേക്ക് തിരിഞ്ഞു. ചെറിയ ചെറിയ വർക്കുകൾ ഫ്രണ്ട്സ് മുഖാന്തരമൊക്കെ കിട്ടാൻ തുടങ്ങി. അങ്ങനെ ആ ചെറിയ ചെറിയ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ ലൈഫ് പോകുന്നത്. ഇപ്പം ഞാൻ സോ ഹാപ്പിയാണ്. കാരണം വേറൊന്നുകൊണ്ടല്ല, ആ 9 to 5 ജോബിനെക്കാളും മെൻ്റലി ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഇമോഷണലി ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഫാമിലി മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ, ഹസ്ബൻഡിനോട് സ്പെൻഡ് ചെയ്യാൻ, ഔട്ടിങ്ങിന് പോകാൻ ഒക്കെ സമയം കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ എനിക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ഏൺ ചെയ്യുന്ന മണി വളരെ ചെറിയ എമൗണ്ട് ആയിരിക്കും, ഒരു ജോലിക്ക് പോകുന്ന അത്ര എമൗണ്ട് കിട്ടുന്നില്ലെങ്കിൽ പോലും ആ ഒരു പൈസ ഞാൻ സ്പെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എൻ്റെ ഒരു ഹാപ്പി എന്ന് പറയുന്നുണ്ടല്ലോ, ഒരു ഭയങ്കര സംഭവമാണ്. എനിക്ക് ആ പൈസ കിട്ടുമ്പോൾ ജോലി ചെയ്തുകൊണ്ടിരുമ്പോൾ കിട്ടുന്നതിനേക്കാളും ഭയങ്കര സന്തോഷമാണ്. അതാണ് അതിൻ്റെ ശരിക്കുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ കൂടുതൽ സൈഡ് ഇൻകങ്ങൾ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അതും ഒരു 9 to 5 ജോബ് അല്ലാതെ ടൈം എടുത്ത് ചെറിയൊരു ബിസിനസ്, അതിൻ്റെ കൂടെ തന്നെ സേവ് ചെയ്യാൻ പറ്റുന്നു, വീണ്ടും എക്സ്ട്രാ എന്തെങ്കിലും ഇൻകം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് അന്വേഷിക്കുന്നു, അത് ചെയ്യാനുള്ള ശ്രമം നടത്താനുള്ള സമയം കിട്ടുന്നു, കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ, എന്നാ പറയുക, നമുക്ക് എൻജോയ് ചെയ്യാൻ, വെളിയിൽ പോകാൻ, ആൾക്കാരുമായിട്ട് കൂട്ടുകൂടാൻ, ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകാൻ, അങ്ങനെ നിറയെ സമയം കിട്ടുന്നുണ്ട്. ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. അപ്പം 9 to 5 ജോബ് ഒരിക്കലും ക്വിറ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്കത് ഭയങ്കര സ്ട്രെസ്സാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ നിറയെ ഓപ്പർച്യൂണിറ്റീസ് 9 to 5 ജോബ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഏൺ ചെയ്യാനുള്ള നിറയെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്.
അപ്പം ഭയങ്കര മടുത്ത ജോലിയിൽ നിന്നൊന്ന് പുറകോട്ട് ഒന്ന് വന്ന് ഫ്രീലാൻസിങ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ജോലിയാണ്. നിങ്ങളുടെ സ്കില്ല് നിങ്ങൾക്ക് പുറമേ കാണിച്ചു നല്ല ഒരു കമ്പനിയിലൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല വർക്കൊക്കെ തന്നെ എടുത്ത് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെറിയ ചെറിയ ബിസിനസ്സുകൾ, ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ കുറേ ബിസിനസ് ഐഡിയാസും ഹൗസ് വൈഫിന് ചെയ്യാൻ പറ്റുന്ന കുറേ ഐഡിയാസും കാര്യങ്ങളും ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ എൻ്റെ ചാനലിൽ കയറി ചെക്ക് ചെയ്താൽ അറിയാൻ വേണ്ടി പറ്റും. അപ്പം ഇപ്പം ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്ന കാര്യം, ഞാനിപ്പം പുതിയൊരു എൻ്റെ ലൈഫിൽ ഒരു പുതിയ അപ്ഡേറ്റ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എഗെയിൻ ഞാനൊരു സേവിങ്സിൻ്റെ ഒരു മണി സേവ് ചെയ്യാനുള്ള ഒരു അടുത്തൊരു സ്റ്റെപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 1 മന്തായി ഞാനത് തുടങ്ങിയിട്ട്. എന്താന്ന് വെച്ചാൽ ഡെയിലി കളക്ഷൻസ് ആണ്. നിറയെ ഡെയിലി കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, നിങ്ങളൊക്കെ നാട്ടിലുണ്ടാവും. ഈ ഡെയിലി കളക്ഷൻസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലിശയോ കാര്യങ്ങളൊന്നും എനിക്ക് അതിൽ നിന്ന് കിട്ടുന്നില്ല കേട്ടോ. പക്ഷെ ഡെയിലി ഞാൻ സേവ് ചെയ്യുന്നുണ്ട്. 50 റുപ്പീസാണ് മിനിമം. ചില ദിവസം 50 ആവും, ചില ദിവസം 100, ചില ദിവസം 200, അങ്ങനെ 150, അങ്ങനെ എൻ്റെ കയ്യിലുള്ള എമൗണ്ടാണ് ഞാൻ സേവ് ചെയ്യുന്നത്. അതിനൊരു റീസൺ ഉണ്ട്. ഇത് നിങ്ങൾ വളരെ മണ്ടത്തരായിരിക്കും എന്നൊക്കെ പറയും. ഇത് കൂടാതെ ഞാൻ ഇൻവെസ്റ്റും ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. SIP ഉണ്ട്, എല്ലാം ഉണ്ട് എനിക്ക്. കൂടെ ഇതും കൂടെ ഞാൻ ചെയ്യുന്നതിന് ഒരു റീസൺ ഉണ്ട്. കാരണം എവറി ഡേ ഞാൻ ഒരു ഫിക്സഡ് എമൗണ്ട്, അതായത് ഒരു 200 രൂപ എന്ന് പറയുമ്പോൾ 200 രൂപ ഒരു ദിവസം ഞാൻ ഇത്ര, ഒരു മാസം ആദ്യം പൈസ കിട്ടുമ്പോൾ 30 ദിവസം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ദിവസം ഇത്ര രൂപ ചെലവ് ചെയ്യാം എന്ന് ഞാൻ ഒരു കണക്ക് വെച്ചിട്ടുണ്ട്. അപ്പം അതിനുള്ള പൈസ ഞാൻ ചിലവാക്കുള്ളൂ. ചില ദിവസം അത്രയും വേണ്ടി വരില്ല. അപ്പം അതിൽ നിന്ന് എത്ര രൂപയാണോ ബാക്കി കിട്ടുന്നത് ആ ഒരു എമൗണ്ട് പ്ലസ് എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും 10-20 രൂപയും കൂടി ഇട്ടിട്ടൊക്കെയാണ് ഞാൻ സേവ് ചെയ്യുന്നത്. ചില ദിവസം 100, ചില ദിവസം 200 രൂപ നമുക്ക് ചിലവാകുകയില്ല. അപ്പം ഞാൻ ആ എമൗണ്ട് എന്ത് ചെയ്യും, ഈ ഡെയിലി കളക്ഷനിലേക്ക് ഇടും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഡെയിലി കളക്ഷനിൽ ഞാൻ ചേർന്നെടുത്ത് 6 മാസത്തിൽ ഒരിക്കലും നമുക്ക് പൈസ എടുക്കാൻ പറ്റുള്ളൂ. അത് ഒരു കണക്കിന് നന്നായി. അപ്പോൾ ആ ഒരു എമൗണ്ട് ഞാൻ അങ്ങനെയും പൈസ വെറുതെ കളയുന്നില്ല. ഇപ്പം നമ്മൾ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലുമൊക്കെ ചിലവുകൾ വന്ന് അതങ്ങ് പോകും. അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊരു നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി. ബാലൻസ് വരുന്ന പൈസ അപ്പം തന്നെ ഒരു സ്ഥലത്തേക്ക് ഡെയിലി കളക്ഷനിലേക്ക് ഇടുന്നു, അവിടെ സേവ് ചെയ്യുന്നു. 6 മാസം കഴിയുമ്പോൾ ഒരു എമൗണ്ട് ആയിട്ട് എനിക്കത് കിട്ടുമല്ലോ. അപ്പോൾ നമുക്കത് എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ആ എമൗണ്ട് എടുത്തിട്ട് എനിക്ക് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം, മ്യൂച്വൽ ഫണ്ടിലിടാം, അങ്ങനെ എന്ത് വേണമെങ്കിലും എനിക്ക് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ എനിക്കൊരു ഇഷ്ടപ്പെട്ട ഒരു സാധനം എനിക്ക് മേടിക്കാം. ഇപ്പം എൻ്റെ ഫോൺ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫോൺ ഒട്ടും ക്ലാരിറ്റി ഇല്ലാത്തതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ വ്ളോഗൊക്കെ ചില സമയത്ത് ഞാൻ ഇടുന്ന ചില നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോ വരുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണിൽ ഞാൻ ടൈം കിട്ടുമ്പോൾ എടുക്കുന്നതാണ്. ഈ ഫോണിൽ ഒട്ടും ക്ലാരിറ്റി ഇല്ല, ഇത് മൊത്തത്തിൽ പോയിരിക്കുന്ന ഫോണാണ്. അപ്പോൾ എനിക്കൊരു ഫോൺ മേടിക്കണം എന്നും ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്ക്, അതുവരെ ഈ ഫോൺ ചത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്ക് എനിക്കൊരു ഫോൺ വാങ്ങിക്കാം. അപ്പോൾ അതിനുള്ളൊരു എമൗണ്ട് ആകും. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഒരു ഡെയിലി കളക്ഷനിൽ ചേർന്നത് കേട്ടോ. അപ്പം ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ എമൗണ്ട് ഒന്നും വേണ്ട നമുക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ചെറിയ എമൗണ്ട് ആയാലും മതി. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെറിയ ബിസിനസ്സൊക്കെ ചെയ്ത് സൈഡിൽ കുറേ സേവിങ്സ്, ചെറിയ ചെറിയ സേവിങ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലൈഫ് സോ ഹാപ്പി ആയിരിക്കും. ഒരു പീസ്ഫുൾ ലൈഫ് കിട്ടും. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് വേണ്ടിയിരുന്നത് ഈ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫായിരുന്നു. അധികം ടെൻഷൻസ് ഇല്ലാതെ എനിക്ക് എൻ്റെ ഫാമിലി നന്നായി ടേക്ക് കെയർ ചെയ്യണം. ഇതെൻ്റെ ഒരു വ്യൂ പോയിൻ്റാണ്. എൻ്റെ ഹെൽത്ത്, സ്കിൻ കെയർ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുക, അങ്ങനെ കുറേ ഐഡിയാസുകളൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പോൾ എനിക്ക് ഇതാണ് വേണ്ടതെന്ന് ഈ കഴിഞ്ഞ ഒരു 8 വർഷത്തെ എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് ഇതാണ് വേണ്ടതെന്നാണ് എനിക്ക് തോന്നിയത്. ഇപ്പോഴത്തെ ലൈഫിൽ ഞാൻ സോ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം എനിക്ക് കുറേ ചിന്തിക്കാനുള്ളത്, ആലോചിക്കാനുള്ളത്, പുതിയ പുതിയ വഴികൾ തേടാനുള്ളത്, അങ്ങനെ നിറയെ ഞാൻ മൊത്തത്തിൽ നമ്മളിങ്ങനെ പറയില്ല, ഇങ്ങനെ സ്കൈയിൽ ഇങ്ങനെ പറന്ന് കിടക്കുന്നു. ഭയങ്കര ഫിനാൻഷ്യലി ഇതായിട്ടല്ല ഞാൻ പറയുന്നത് കേട്ടോ, അങ്ങനെ കണക്കാക്കരുത്. അതായത് ആ മനസ്സിൻ്റെ ഒരു ഫ്രീഡം അതിന് ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. പിന്നെ അടുത്തത് ഇത് ഈ ഡ്രസ്സൊക്കെ എൻ്റെ അമ്മ എനിക്ക് തയ്ച്ചു തന്നതാണ്. സോ ഇതൊക്കെ ഡ്രസ് കളക്ഷൻസ് ഒക്കെ ഞാൻ എന്തായാലും നമ്മളെ ചാനൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. സോ ഇതൊരു ക്ലോത്ത് വെച്ച് എൻ്റെ അമ്മ ഒരു ഉടുപ്പ് തയ്ച്ചതാണ്. സോ ഇതുപോലെ നിറയെ ക്ലോത്തുകളുടെ ഡിഫറെൻറ്റ് ടൈപ്സും കാര്യങ്ങളൊക്കെ ഒരു ബിസിനസ് ഐഡിയയിലേക്ക് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. ഇതായിരുന്നു ഞങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. ഒരു ഓപ്പൺ ഡിസ്കഷൻ, ലെറ്റ്സ് ടോക്ക് എന്നുള്ള രീതിയിൽ
ഒരു വീഡിയോ ആയിരുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല ആലോചിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ ലേഡീസ് എപ്പോഴും ഭയങ്കര ഡിപ്രസ്ഡ് ആയിരിക്കാതെ നമുക്ക് എന്താ വേണ്ടതെന്ന് നമ്മൾ കണ്ടുപിടിച്ച് കുറച്ച് പൈസയൊക്കെ സേവ് ചെയ്ത് നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.